നമസ്കാരം. ഇറാനെതിരെ വൻ യുദ്ധത്തിന് യുഎസും ഇസ്രായേലും ഇന്ന് അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 18, 2026 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനെതിരെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന അതിശക്തമായ സൈനിക നീക്കത്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പദ്ധതിയിടുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ വെച്ച് യുഎസും ഇറാനും തമ്മിൽ നടന്ന രണ്ടാം വട്ട ആണവ ചർച്ചകൾ വലിയ പുരോഗതിയില്ലാതെ അവസാനിച്ചതും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും റീജിയണൽ പ്രോക്സികൾക്കുള്ള അഥവാ ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവയ്ക്കുള്ള പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ റെഡ് ലൈനുകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലുമാണ് ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് എന്ന തീരുമാനം എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണ ഭീഷണി മുഴക്കി ഇറാനെ ചർച്ചാമേശയിൽ തളച്ചിടുക എന്ന തന്ത്രം ട്രംപ് പയറ്റിയിരുന്നു. എന്നാൽ നയതന്ത്ര ഫലം കാണുന്നില്ലെന്ന് ഉറപ്പായാൽ ഉടൻ സൈനിക നടപടിയിലേക്ക് കടക്കാൻ അദ്ദേഹം സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞു. വെറുമൊരു മിസൈൽ ആക്രമണത്തിലുപരി ഇറാന്റെ ഭരണസ്ഥിരതയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് 90% സാധ്യതയുണ്ടെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാക്കളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇറാനെതിരെ ഇപ്പോൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന സൈനിക നീക്കം വെറും ഒരു അതിർത്തി സംഘർഷമല്ല, മറിച്ച് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിനാണ് യുഎസ് പദ്ധതിയിടുന്നതെന്നും മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന സൈനിക നടപടിയേക്കാൾ അങ്ങേയറ്റം മാരകവും വിനാശകരവുമായിരിക്കും വരാനിരിക്കുന്ന നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഈ ആക്രമണത്തിലൂടെ ഇറാന്റെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളെയും സൈനിക ആസ്ഥാനങ്ങളെയും പൂർണ്ണമായും നിശ്ചലമാക്കുക എന്നതാണ് ലക്ഷ്യം. കേവലം മുന്നറിയിപ്പുകൾക്ക് അപ്പുറം ഇറാന്റെ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന തരത്തിലുള്ള കനത്ത ആഘാതമായിരിക്കും ഈ സൈനിക നീക്കം നൽകുക. ഈ ആക്രമണത്തിനായി യുഎസ് ചരിത്രപരമായ സൈനിക വിന്യാസമാണ് പശ്ചിമേഷ്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ വിമാനവാഹിനി കപ്പലുകളായ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ് എന്നിവ ഇതിനോടകം മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഏകദേശം 150ഓളം മിലിറ്ററി കാർഗോ വിമാനങ്ങൾ വഴി വൻതോതിൽ ആയുധങ്ങളും മറ്റ് യുദ്ധസാമഗ്രികളും മേഖലയിലെ യുഎസ് താവളങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളായ F-22 റാപ്പർ, F-35 ലൈറ്റ്നിംഗ് സെക്കൻഡ് എന്നിവയുൾപ്പെടെ 100-ലധികം പോർവിമാനങ്ങൾ വ്യോമാക്രമണത്തിന് സജ്ജമായും നിൽക്കുന്നതായാണ് വിവരങ്ങൾ. ഈ വിപുലമായ വിന്യാസം സൂചിപ്പിക്കുന്നത് ഏതൊരു പ്രത്യാക്രമണത്തെ നേരിടാനും ഇറാന്റെ ആകാശപരിധിയിൽ ആധിപത്യം സ്ഥാപിക്കാനും യുഎസ് സജ്ജമാണ് എന്ന് തന്നെയാണ്. ഈ സൈനിക നീക്കത്തിൽ യുഎസിനൊപ്പം തുല്യശക്തിയായി ഇസ്രായേലും പങ്കുചേരുന്നുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനോടകം തന്നെ പൂർണ്ണ സജ്ജമാവുകയും ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. വെറുമൊരു സൈനിക വിജയത്തിനപ്പുറം ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ ഭരണസ്ഥിരത തകർക്കുകയോ ചെയ്യുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ളത്. ഇറാന്റെ ആണവ ഭീഷണിയെ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള സുവർണ അവസരമായാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നത്. യുഎസിന്റെ സൈനിക കരുത്തും ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ മികവും ഒത്തുചേരുന്നതോടെ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിക്കപ്പെട്ടേക്കാം. എന്തായാലും യുദ്ധസന്നാഹം വീണ്ടും മുഴങ്ങുകയാണ്. ഇതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്.